So in today's class, we'll be learning about 3 more institutions that help in entrepreneurship development. ഇന്ന് നമ്മൾ 3 കൂടെ നോക്കാൻ പോവാണ്. അതിലെ ഫസ്റ്റ് വൺ ഇസ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റ്. അപ്പോൾ ഓൺടർപ്രണർഷിപ്പിനെയും സ്മോൾ ബിസിനസ്സിനെയും ഡെവലപ്പ് ചെയ്യാനായിട്ട് സെറ്റപ്പ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഹൗ വിൽ ദേ ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ്? ഈ ഡെവലപ്മെന്റ് അവർ ക്യാരി ഔട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും ട്രെയിനിങ് ആക്ടിവിറ്റീസിലൂടെയാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പിനെ ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം അതിലുള്ളവർക്കെല്ലാം സഫിഷ്യൻറ്റ് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടാവണം. വൺസ് ദേ ആർ ട്രെയിൻഡ് ദെൻ ദേ നീഡ് എ ഗൈഡൻസ് അല്ലെ, ആ ഗൈഡൻസ് ആണ് അവർ കൺസൾട്ടൻസി വഴിയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. And we know how important innovation is in the field of business. So they continuously keep on doing research and publication in order to find out areas that require more attention. അതുകൊണ്ട് റിസർച്ച് ആൻഡ് പബ്ലിക്കേഷനും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് MSMEയുടെ താഴെയാണ്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്. അവരുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ദേ പ്രൊവൈഡ് ട്രെയിനിങ്, കൺസൾട്ടൻസി, റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ in order to promote entrepreneurship and skill development. Let us look into some of the major activities of the institution. Okay? Some of the major activities, the first one എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. ലൈക്ക് ഐ സെഡ്, ട്രെയിനിങ് കൊടുക്കുന്നത് ഓൺടർപ്രണേഴ്സിന് മാത്രമല്ല. ഓൺടർപ്രണേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നു, അല്ലെ, EDP എന്ന് പറയുന്നു. ഇനി അതിന് പുറമെ ഇറ്റ് ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് ട്രെയിനിങ് ടു ദ ട്രെയിനേഴ്സ്. Various TTPs are arranged. TTP stands for Trainers Training Programs. ഇനി മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഓരോ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ഉള്ള ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അതും പോരാണ്ട് ഓൺടർപ്രണർഷിപ്പ് കം സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഓൺടർപ്രണർഷിപ്പ് മാത്രമല്ല, ഓരോ ഇൻഡിവിജ്വൽ ഓൺടർപ്രണേഴ്സിനെയും സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും ഉണ്ട്. So training is provided to the potential entrepreneurs, it is provided to the trainers, and then management development activities അവർ engage ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ഓൺടർപ്രണർഷിപ്പ് കം സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസും ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡ് ഇസ് റിസർച്ച് ഇവാലുവേഷൻ സ്റ്റഡീസ്. റിസർച്ച് ഇവാലുവേഷൻ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗവൺമെന്റിന്റെ തന്നെ ഡിഫറെന്റ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ റിവ്യൂ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു ആക്ടിവിറ്റിയിലും അവർ എൻഗേജ് ചെയ്യുന്നുണ്ട്, അപ്പാർട്ട് ഫ്രം ദി ബേസിക് റിസർച്ച് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാംസും സ്കീംസും ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. ഇനി എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യൽ സർവേസ് നടത്തണമെങ്കിൽ അത് ക്യാരി ഔട്ട് ചെയ്യുന്നു, സ്കിൽ ഗ്യാപ്പ് സ്റ്റഡീസ് നടത്തുന്നു. അങ്ങനെ പല ആക്ടിവിറ്റീസിലും അവർ എൻഗേജ് ചെയ്യുന്നുണ്ട് ആസ് പാർട്ട് ഓഫ് ദിയർ റിസർച്ച് ഇവാലുവേഷൻ സ്റ്റഡീസ്. തേർഡ് ഇസ് ഡെവലപ്മെന്റ് ഓഫ് കോഴ്സ് കരിക്കുലം സിലബി. ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മേജർ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നൊരു മോഡൽ സിലബി അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർ EDP, ഫോർ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ ട്രെയിനിങ് പ്രോഗ്രാംസിന് ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും, അല്ലെ. ഒരു കോമൺ ആയിട്ട് എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസും ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യണം. അതിൽ എല്ലാവരും ഒരേ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളിലൊക്കെ ആയിരിക്കണം ഫോക്കസ് ചെയ്യുന്നത് എന്ന് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചു. ഫോഴ്സ് പബ്ലിക്കേഷൻസ് ആൻഡ് ട്രെയിനിങ് എയ്ഡ്സ്. ഡിഫറെന്റ് പബ്ലിക്കേഷൻസ് ഓൺ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ആലൈഡ് സബ്ജക്ട്സ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓൺടർപ്രണർഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സബ്ജക്ട്സുമായിട്ട് ബേസ് ചെയ്തുള്ള വേരിയസ് പബ്ലിക്കേഷൻസ് അവർക്കുണ്ട്. ഇനി they have also assembled an entrepreneurship motivation training that brings out quarterly newsletter. അപ്പോൾ പബ്ലിക്കേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആളുകൾ ഇൻഫോംഡ് ആയിട്ട് ഇരിക്കാനാണ്, ഏത് ഏരിയയിൽ എന്ത് ഡെവലപ്മെന്റ് നടക്കുന്നു, വാട്ട് ഇസ് ദ ട്രെൻഡ് റൈറ്റ് നൗ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ക്ലസ്റ്റർ ഇന്റർവെൻഷൻസ്. ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് കമ്പനീസ് കമ്മിങ് ടുഗെദർ, അല്ലെ. അപ്പോൾ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്ന ഓരോ ക്ലസ്റ്റേഴ്സിനെയും ഫോക്കസ് ചെയ്ത് അതിനാവശ്യമുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നവർ നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിന്റെ മേജർ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ഇസ്
ഇൻക്യുബേഷൻ സെന്റേഴ്സ്. വി ഫെമിലിയർ വിത്ത് ദ ടേം ഇൻക്യുബേഷൻ സെന്റേഴ്സ് അല്ലെ. ഇൻക്യുബേഷൻ സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നു ഫോർ ന്യൂ ഓൺട്രപ്രണേഴ്സ് ദാറ്റ് ദേ ക്യാൻ എക്സ്പെരിമെന്റ് വിത്ത് ദിയർ ഐഡിയാസ് ആൻഡ് ദെൻ വെഞ്ചർ ഇൻ ടു ദ വേൾഡ് ഓഫ് ബിസിനസ്. അപ്പം അവർക്കൊരു ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻക്യുബേഷൻ സെന്റേഴ്സ് മിനിസ്ട്രി ഓഫ് MSc സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ബീൻ പ്രൊവൈഡിങ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്. ഓക്കെ, ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല റിയൽ ലൈഫ് സിറ്റുവേഷൻസ് അനുസരിച്ച് ആളുകളെ ഫെമിലിയറൈസ് ചെയ്യുന്നുണ്ട് ഇൻ ഏരിയാസ് ഓഫ് സ്റ്റിച്ചിങ്, മൊബൈൽ റിപ്പയറിംഗ്, ഹോം ഡെക്കോർ പ്രോഡക്ട്സ്, ബ്യൂട്ടീഷ്യൻ ആൻഡ് ആർട്ട് ഇൻക്യുബേഷൻ. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ഏരിയാസിലുള്ള ഓൺട്രപ്രണേഴ്സിന് അവർ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വരുന്ന ഓരോ സർക്കംസ്റ്റൻസസ് കാണിച്ച് അതുമായിട്ട് അവരെ ഫെമിലിയറൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. Then intellectual property facilitation center. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഫെസിലിറ്റേഷൻ സെന്ററും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ ക്യാമ്പസിൽ ഫങ്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് തന്നെ ഐഡന്റിഫിക്കേഷൻ, രജിസ്ട്രേഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എവിടെയൊക്കെയാണ് നമുക്ക് IPRന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയറിൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഹൗ ക്യാൻ യു പ്രൊട്ടക്ട് യുവർ ബ്രാൻഡ് ഓർ യുവർ ബ്രാൻഡ് നെയിം, അതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. IPRന്റെ മാനേജ്മെന്റിന് വേണ്ടി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then they engage in collaborative activities. Collaborative activities എന്ന് പറയുമ്പോൾ വേറെ ഒരാളുമായിട്ട് ഒത്തുചേർന്ന് എന്നുള്ള മീനിങ് ആണല്ലോ. അപ്പോൾ ഡൊമസ്റ്റിക് ആൻഡ് ഓവർസീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഗവൺമെന്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്, സ്നാപ്ഡീൽ, അവരൊക്കെ ആയിട്ട് ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് ഓൺട്രപ്രണറിയൽ കൾച്ചർ പ്രൊമോട്ട് ചെയ്യാനായിട്ടും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. And they engage in international activities under the fellowship of the Ministry of External Affairs. അവർ പല പ്ലാൻസും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ് പാർട്ടിസിപ്പൻസ് ഫ്രം ഡിഫറെന്റ് കൺട്രീസ്. അപ്പോൾ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് പ്രോഗ്രാംസ് അവർ ഓർഗനൈസ് ചെയ്യുന്നു അണ്ടർ ദ ഫെലോഷിപ്പ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അപ്പോൾ 8 weeks ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെയാണ് ഇവർ കൊടുക്കുന്നത്. It also designs and conducts special request training programs for overseas agencies. പിന്നെ കൺസൾട്ടൻസി അസൈൻമെന്റ്സും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺസൾട്ടൻസി സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്ക് എന്തെങ്കിലും ഗൈഡൻസ്, അസിസ്റ്റൻസ് ഒക്കെ അഡ്വൈസ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ മെയിൻ ആക്ടിവിറ്റീസ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മെയിൻ ആയിട്ടും ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് 1 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ, കിക്കോ. TCO നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ്സ് ഫോർ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ. ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷന്റെ മെയിൻ ഫംഗ്ഷൻ എന്തായിരുന്നു? ചീപ്പായിട്ടുള്ള എക്സ്പേർട്സിന്റെ കൺസൾട്ടൻസി അറ്റ് അഫോർഡബിൾ റേറ്റ്സ് അല്ലെ. റീസണബിൾ റേറ്റ്സിൽ എല്ലാവർക്കും അത് അഫോർഡബിൾ റേറ്റ്സ് ആണ്. അപ്പൊ അങ്ങനത്തെ അഫോർഡബിൾ റേറ്റ്സിൽ എക്സ്പേർട്സിന്റെ കൺസൾട്ടൻസി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ഇന്ത്യയിലുള്ള ഫസ്റ്റ് TCO സ്റ്റാർട്ട് ചെയ്തത് in 1972 ആണ് ബൈ IDBI. അത് കിക്കോ ആണ്. അപ്പോൾ that is the first technical consultancy organization in India which was established in 1972 by IDBI in association with other national and state level financial institutions. അപ്പോൾ IDBI in association with IFCI, ICICI, കേരള ഗവൺമെന്റ് അവരൊക്കെ ആയിട്ട് ഒത്തുകൂടി ആദ്യത്തെ TCO ഇന്ത്യയിൽ കേരളത്തിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിന്റെ പേര് കിക്കോ എന്നാണ്, കേരള ഇൻഡസ്ട്രി ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ. അപ്പോൾ ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രൊവൈഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി സർവീസസ് ടു ദ ഓൺട്രപ്രണേഴ്സ് ഇൻ ദ സ്മോൾ, മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഏത് സെക്ടറിലുള്ളവരാണെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സൈഡിൽ ആവശ്യമുള്ള അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അതർ ദാൻ ദാറ്റ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് സർവീസസ് ഓഫ് കിക്കോ എന്ന് നമുക്ക് നോക്കാം. പ്രോജക്റ്റ് ഐഡിയാസും പ്രോജക്റ്റ് റിപ്പോർട്ട്സും അവർ ഐഡന്റിഫൈ ചെയ്യുന്നു. വിച്ച് ആർ ദി മോസ്റ്റ്
suitable project ideas and they give a follow-up of the project reports in the banks. അതായത് ഇപ്പം നല്ലൊരു പ്രോജക്റ്റ് ഐഡിയ ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ നല്ലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാങ്ക്സിനെ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ കാണിച്ച് അവരുടെ അപ്രൂവൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫണ്ട്സ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ബാങ്ക്സുമായിട്ട് ഈ റിപ്പോർട്ട്സ് കാണിച്ച് അതിനാവശ്യമുള്ള ഫണ്ട്സ് നേടിയെടുക്കുക. അപ്രൈസൽ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ് ഓൺ ബിഹാഫ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് ചൂസ് ചെയ്യുന്നതിൽ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ പല പ്രോജക്ട്സും അപ്രൈസ് ചെയ്ത് വിച്ച് ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് അവർ ചൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. Provide entrepreneurial guidance for the development of industrial units. Proper ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. Next, providing management consultancy service in functional areas such as production, personal, finance and marketing. Different areas management related ആയിട്ടുള്ള consultancy services provide ചെയ്യുക. Then conducting studies relating to modernization, expansion and diversification of industrial enterprises. ഒരു ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസ് നമുക്ക് മോഡേണൈസ് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം, ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത് അതൊക്കെ അവർ സ്റ്റഡി ചെയ്യുന്നുണ്ട്. Then conducting diagnostic studies for revival of sick industrial units. Sick industrial unit എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാതെ അല്ലെങ്കിൽ അതിന്റെ ഒബ്ലിഗേഷൻസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റാതെ ലോൺ പേയ്മെന്റും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്സും എല്ലാം ഔട്ട് സ്റ്റാൻഡിങ് ആയിട്ട്, അതായത് ഓവർ ഡ്യൂ ആക്കി കുറെ കാലമായിട്ട് അടയ്ക്കാതെയൊക്കെ നിൽക്കുന്ന ഇൻഡസ്ട്രീസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. അപ്പൊ അതിന്റെ ഡയഗ്നോസിസിന് ഹെൽപ്പ് ചെയ്യും. എന്തുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ആ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേരാൻ കാരണമായത്, ഇനി അതിനെ റിവൈവ് ചെയ്തെടുക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കിപ്പോ സ്റ്റഡി ചെയ്യുന്നതായിരിക്കും. Then conducting market surveys for specific projects and services. മാർക്കറ്റ് സർവേ എന്ന് പറയുമ്പോഴത്തേക്കും ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് ഒരു പെർട്ടിക്കുലർ ഇതിന്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഹിക്കോ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. Okay. So next, last one today we'll be discussing is the District Industries Center, which is DIC. The Directorate of Industries and Commerce എന്ന ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ബട്ട് വാട്ട് ഇസ് DIC എന്നുള്ളത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് 1 മാർക്കിന് വരുന്നത്. കോമൺ ആയിട്ട് DIC ചോദിക്കുമ്പോൾ യൂഷ്വലി വി ആൻസർ ഇറ്റ് ഇസ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ. ഡയറക്ടറേറ്റ് ഓഫ് കൊമേഴ്സ് തന്നെ നമ്മൾ ഇഗ്നോർ ചെയ്യാറില്ല, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് നമ്മൾ പറയാറില്ല. ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ എന്നുള്ള രീതിക്ക് എടുത്താണ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ May 8th. It was started on May 8th, 1978. ഇന്ത്യയിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിനും ഓരോ ഡിസ്ട്രിക്റ്റിനും ഒരു DIC ഉണ്ട്. DICയുടെ മെയിൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞാൽ ടു കോർഡിനേറ്റ് ദ ഓൺടർപ്രണറിയൽ പ്രോഗ്രാംസ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് അതർ ഏജൻസീസ്. അപ്പോൾ ഇന്ത്യയിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ DIC ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഗനൈസ് ചെയ്യുന്ന ഓൺടർപ്രണറിയൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ വേറെ ഏജൻസീസിന്റെ ഓൺടർപ്രണറിയൽ പ്രോഗ്രാംസിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ഈ സ്മോൾ ഇൻഡസ്ട്രീസിന്റെ ഒക്കെ രജിസ്ട്രേഷൻ നമുക്ക് DICയിൽ ചെയ്യാൻ പറ്റും. ഇവരൊരു സിംഗിൾ വിൻഡോ കോൺസെപ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോ വാട്ടർ കണക്ഷൻ വേണം, ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണം, നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് പേ ചെയ്യണം, നമുക്ക് അതിനെ നമ്മുടെ കമ്പനി ഒരു രജിസ്റ്റേർഡ് ഫേം ആക്കണം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പേപ്പർ വർക്ക്സ് ഇൻവോൾവ് ആണ്. അപ്പൊ ഈ പലയിടത്ത് പോയി നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അപ്രൂവൽ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നതിന് പകരം DIC ഒരു സിംഗിൾ വിൻഡോ കോൺസെപ്റ്റ് ആണ്. അതായത് DICയിലോട്ട് നമ്മൾ പോയി നമ്മൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുക്കുന്നു, ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ഒരു സ്ഥലത്ത് ഏൽപ്പിക്കുന്നു, ഈ കൺസേൺഡ് ഓഫീസസിലോട്ട് DIC അത് ഫോർവേഡ് ചെയ്ത് അപ്രൂവൽ ആയി കഴിയുമ്പോഴത്തേക്കും ആ ഓഫീസസിൽ നിന്ന് ഈ പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അപ്പൊ നമുക്ക് അത്രയും ടൈമും എഫേർട്ടും ലാഭിക്കാവുന്നതാണ്. അതാണ് സിംഗിൾ വിൻഡോ കോൺസെപ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. The organizational structure of DIC consists of general manager, functional managers and project managers to provide technical services in the areas relevant to the needs of districts concerned. ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ് DICയിൽ? ജനറൽ മാനേജർ കാണും, ഫങ്ഷണൽ മാനേജേഴ്സ് കാണും, പ്രോജക്ട് മാനേജേഴ്സ് കാണും. ഇവരെല്ലാവരും ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും ഏതൊക്കെ ഏരിയയിലാണോ കൂടുതൽ ഹെൽപ്പ് വേണ്ടത് ടെക്നിക്കൽ സർവീസസിന്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ
അവർക്കൊക്കെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് DICയെ മാനേജ് ചെയ്യുന്നത്. Now we have to look into the functions of the district industries center. There are various functions provided by them. First one is ഓരോ ഡിസ്ട്രിക്റ്റിലും എത്രത്തോളം ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സർവേസ് കണ്ടക്ട് ചെയ്യുക. ഏത് ഏരിയയിലാണ് ഇനിയും ഡെവലപ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളത്, ഏത് ഏരിയയിലാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു ബൂസ്റ്റിംഗ് കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് they conduct surveys to assess the industrial potential of a district. Second is preparing an action plan for industrial development. നമ്മളൊരു ടാർഗറ്റ് അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാണ്, ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ വർഷം തൊട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ DIC ഹെൽപ്പ് ചെയ്യുന്നു. Then evaluating investment proposals received from entrepreneurs. Investment proposals, they'll go through it with the intention of providing a assistance in improving it and also to give them consultancy services അല്ലെ. അപ്പം ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. Then guiding entrepreneurs in buying appropriate machinery, equipment, raw materials. ഇവിടെ എന്ത് ഗൈഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മെഷീനറി എക്യുപ്മെന്റ്സ് ഒക്കെ തരുന്നതിൽ വെച്ചിട്ട് ഏത് സപ്ലയറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ നന്നായിരിക്കും, ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് എ റീസണബിൾ പ്രൈസ് എവിടെയായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു ഐഡിയ അവർ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഇതിപ്പം ഇൻസ്റ്റാൾമെന്റിന് പർച്ചേസ് ചെയ്യണോ, ഹൈ പർച്ചേസ് ആണോ നടത്തേണ്ടത്, നിങ്ങൾ ക്യാഷ് കൊടുക്കണമോ അല്ലെങ്കിൽ ക്രെഡിറ്റിനാണോ പർച്ചേസ് ചെയ്യേണ്ടത്, എപ്പോഴും എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് എത്രയും ചീപ്പായിട്ട് നമുക്ക് എവിടെ നിന്നായിരിക്കും ഈ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ലീസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള ഗൈഡൻസ് DIC പ്രൊവൈഡ് ചെയ്യും. സജസ്റ്റിംഗ് അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ടു ദ ഓൺട്രപ്രണേഴ്സ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലൊരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ മെയിൻറ്റെയിനിങ് ലിങ്ക്സ് വിത്ത് ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് ടെക്നോളജി അപ്ഗ്രഡേഷൻ. ലേറ്റസ്റ്റ് ടെക്നോളജീസ് എന്താണെന്ന് നമ്മൾ അപ്ഡേറ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വി ക്യാൻ സ്റ്റേ അഹെഡ് ഓഫ് അവർ കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ചേഞ്ചിങ് ടൈംസ് അല്ലേ. അപ്പൊ അത് അവർക്ക് ലേറ്റസ്റ്റ് എന്തെങ്കിലും പുതിയ പുതിയ ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ അത് ഉടൻ അറിയാനായിട്ട് they maintain links with the R&D institutions. Then conducting training programs for artisans, providing self-employment to educated unemployed youth. ഇത്രയും functions ആണ് DIC പ്രൊവൈഡ് ചെയ്യുന്നത്. So we looked into 3 institutions that promote entrepreneurs today. DIC is the first one, District Industry Center. Then KITCO, Kerala Industrial and Technical Consultancy Organization. We also discussed what is NISBED, National Institute for Entrepreneurship and Small Business Development. ഇത് വെച്ച് നമ്മുടെ 3rd മൊഡ്യൂളിനകത്തുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാർട്ടപ്സ് എന്താണെന്നും ഇൻക്യുബേറ്റേഴ്സ് എന്താണെന്നും മാത്രം ബ്രീഫായിട്ട് പറയാനുള്ളൂ. അത് കൂടെ കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, വിൽ സ്റ്റാർട്ട് ദ 4th മൊഡ്യൂൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.